തിരുവനന്തപുരം കരമന സ്വദേശി അഖിലിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ 4 പേർ അറസ്റ്റിൽ. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത അഖിൽ എന്ന അപ്പു, ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഹരിലാൽ, കിരൺ കൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. MG പ്രതീഷ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. പ്രതീഷ്, ഈ പിടിയിലാകാനുള്ള പ്രതികൾ എവിടെയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന് വിവരമുണ്ടോ? പ്രതീഷ്, ഉന്മേഷ്, കരമനയിലെ അഖിലിന്റെ ക്രൂരമായ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഇനി 2 പേരെ കൂടിയാണ് പിടികൂടാനുള്ളത്. സുമേഷ്, വിനീഷ്, ഈ 2 പേരാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇവർ തമിഴ്നാട്ടിലേക്ക് കടന്നുവെന്നതാണ് പോലീസിന് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഇതിൽ ഇതുവരെ 5 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മുഖ്യപ്രതി അഖിൽ, അപ്പു എന്ന് വിളിക്കുന്ന അഖിലിനെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി തമിഴ്നാട്ടിൽ നിന്ന് ഈ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ അഖിലിനെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെയാണ് ഈ മുഖ്യപ്രതി അഖിൽ ഇപ്പോഴുള്ളത്. വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ഇതിനുശേഷം ഈ ചോദ്യം ചെയ്യലിലൂടെ മറ്റ് 2 പ്രതികളിലേക്കും എത്താൻ കഴിയുമെന്നതാണ് പോലീസ് മനസ്സിലാക്കുന്ന കാര്യം. നിലവിൽ 5 പ്രതികളാണ് അഖിലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിട്ടുള്ളത്. ഇതിൽ അഖിൽ എന്ന് പറയുന്ന അപ്പു, അതായത് ഇന്ന് പുലർച്ചെ പിടിയിലായ അഖിൽ എന്ന അപ്പുവാണ് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത വ്യക്തി. ആ CCTV ദൃശ്യങ്ങളിൽ കൊല്ലപ്പെട്ട അഖിലിനെ ക്രൂരമായി മർദ്ദിക്കുന്ന വ്യക്തിയാണ് ഈ അഖിൽ എന്ന് പറയുന്ന അപ്പു. കല്ലുകൊണ്ട് ക്രൂരമായി കൊലപ്പെടുത്തുന്നത് അഖിൽ എന്ന അപ്പുവാണ്. അപ്പുവിനെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ പിടികൂടിയത്. മറ്റൊരു പ്രതി അനീഷാണ്. ഈ അനീഷാണ് ഈ കൊലയാളി സംഘത്തിന് വാടകയ്ക്ക് കാർ എടുത്ത് നൽകിയത്. ഈ കൃത്യം നടക്കുന്ന സമയത്ത് ഇന്നോവ കാർ ഓടിച്ചിരുന്ന വ്യക്തിയും അനീഷായിരുന്നു. ഈ അനീഷും ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. മറ്റൊരു പ്രതി ഹരിലാലാണ്. 2019 അനന്തു കൊലപാതക കേസിലെ പ്രതി കൂടിയാണ് ഹരിലാല്. ഈ കൊലപാതക കേസിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നതാണ് ഹരിലാലിനെതിരായിട്ടുള്ള കുറ്റം. ഹരിലാലും നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. മറ്റൊന്ന് കിരൺ കൃഷ്ണയാണ്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ ഒരു കാരണം കൊല്ലപ്പെട്ട അഖിലും കിരൺ കൃഷ്ണയുമായി ബന്ധപ്പെട്ട് ഒരു ബാറിൽ വെച്ച് തർക്കമുണ്ടാവുകയും കൊല്ലുമെന്ന് കിരൺ കൃഷ്ണ വെല്ലുവിളിക്കുകയും ചെയ്തു. അതിനെ തുടർന്നുണ്ടായ ഒരു തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് പറയുന്നത്. ആ പ്രതിയായ കിരൺ കൃഷ്ണയും ഇപ്പോൾ പോലീസിന്റെ പിടിയിലുണ്ട്. മറ്റൊരു പ്രതി കിരണാണ്. കരമന പോലീസ് സ്റ്റേഷനിൽ റൌഡി ലിസ്റ്റിലുള്ള വ്യക്തിയാണ് കിരൺ. ഇങ്ങനെ 5 പ്രതികളാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇനി കിട്ടാനുള്ള 2 പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം DCPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികൾക്കായി തിരച്ചിൽ നടത്തുന്നത്. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.